ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എല്ലാ വർഷവും നടക്കുന്ന നമ്മുടെ ഒരു ബൈലോ പ്രകാരം തന്നെ നമ്മൾ ആഘോഷിച്ചു വരുന്ന നമ്മുടെ ഒരു ആനുവൽ ഡേ സെലിബ്രേഷനാണ്. ആനുവൽ സെലിബ്രേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. ഇപ്പോൾ പഴയ വർഷങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഒരുപാട് കൂട്ടായ്മകൾ വരുന്നുണ്ട്. നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന നമ്മുടെ ഇഫ്താർ വരുന്നതാണ് ആദ്യം വരുന്നത്. പിന്നെ ഓണം, പിന്നെ ക്രിസ്മസ്, അങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് നമ്മളെല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വളരെ ഫോർമലായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് നമ്മുടെ ആനുവൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഏകദേശം 57 പുതിയ അഭിഭാഷകരാണ് നമ്മുടെ കോർട്ട് സെൻറ്ററിൽ പ്രാക്ടീസിനായിട്ട് എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പുതിയ അറിവായിരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള എല്ലാ അഭിഭാഷകർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ ഞങ്ങൾ ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫീസ്റ്റ്, എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു ആഹാരം ഒരു ദിവസം നമുക്ക് കഴിക്കണം, അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടണം എന്നുള്ളൊരു സങ്കല്പമാണ്. അജിത് കുമാർ സാറ് കോളേജിൽ എനിക്ക് ജൂനിയറായി പഠിച്ചിരുന്ന ആളാണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും അടുത്തുള്ള പരിചയം. ഇതുപോലെ ജെന്റിലായിട്ടുള്ള ഒരു മനുഷ്യൻ പഠിക്കുന്ന കാലം മുതൽ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് യാതൊരു ഇതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നതിൽ വളരെയധികം സന്തോഷം. രേഖ പി കെ രാഷ്ട്രപിള്ള സാറിൻ്റെയും എൻ്റെയും ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ്. അവളുടെ മിടുക്കുകൊണ്ട് ജുഡീഷ്യൽ സർവീസിൽ കയറി പറ്റാനും ഇപ്പോൾ ജില്ലാ ജഡ്ജിയാകാനും കഴിഞ്ഞു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വരാൻ സമ്മതിക്കുകയും പാടുപെട്ടിട്ടാണ് പെർമിഷൻ വാങ്ങിച്ചിരുന്നത്. എങ്കിലും ഈ പെർമിഷൻ വാങ്ങിച്ച് ഇവിടെ വരാനായിട്ട് സെൻട്രൽസിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ ആനുവൽ ഫംഗ്ഷൻ 4-ാം തീയതി നടക്കുന്നു. അതിനെ അറ്റൻഡ് ചെയ്യണമെന്ന് പി കെ രവീന്ദ്രൻ, പ്രധാനമായും പി കെ രവീന്ദ്രൻ മറ്റു ചിലരും പറഞ്ഞു. അപ്പോൾ കോടതി 6-ാം തീയതിയെ തുറക്കുന്നുള്ളൂ, ഹൈക്കോടതി. പക്ഷെ മറ്റു കോടതികൾ 4-ാം തീയതി തുറക്കുകയാണ്. അതൊരു ഹൈക്കോടതിയിൽ എപ്പോഴും ഉള്ളൊരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗം എന്ന് പറയുന്നിരിക്കുന്നു. പലപ്പോഴും ഹൈക്കോടതി തിങ്കളാഴ്ച തുറക്കും, സാറ്റർഡേ താഴെ കോടതികൾ തുറക്കും. അത് കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഡേറ്റ് കോയിൻസൈഡ് ചെയ്യുന്നതായിരിക്കും പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. ഏതാണെങ്കിലും 6-ാം തീയതി കോടതി തുറക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ മറ്റു ബുദ്ധിമുട്ടുകളില്ല. പ്രത്യേകിച്ച് കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മെജോറിറ്റി ആളുകളെയും പരിചയമുള്ളവരും അടുപ്പമുള്ളവരും ആകുമ്പോൾ പറയാൻ തീർച്ചയായും പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സമ്മതിച്ചു. പൊതുവെ പൊതുപരിപാടികൾ കഴിവതും ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ന്യായാധിപൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗവും ആളുകളെ അഭിസംബോധന ചെയ്യുന്നതല്ല എന്ന് ഞാൻ മനസ്സാൽ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറവുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. പക്ഷെ കൊട്ടാരക്കരയോ കടക്കലോ എൻ്റെ നാടാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ വരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഒഴിവാക്കുക ആണ് ബുദ്ധിമുട്ടാണ്. ഇനി ശ്രീ പി കെ രവീന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ലോ കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ ഒരു വർഷം സീനിയർ ശ്രീ രവീന്ദ്രൻ ലോ കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു. മറ്റൊരു കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായ ശേഷമാണ് ലോ കോളേജിലേക്ക് വന്നതും അവിടെ ചെയർമാനായത്. പഠിക്കുന്ന കാലത്തിൽ പക്ഷേ ഞങ്ങൾ വിരുദ്ധ സൈദ്ധാന്തിക വഴികളായിരുന്നെങ്കിൽ കൂടി ഒരിക്കലും അങ്ങനെ ഒരു വ്യത്യസ്തത ഞങ്ങളുടെ പെരുമാറ്റത്തിലോ ഞങ്ങളുടെ അടുത്ത സ്നേഹത്തിനോ ഒരിക്കലും ഒരു അതിർവരമ്പ് വന്നിരുന്നില്ല. രവീന്ദ്രൻ അങ്ങനെയായിരുന്നു. രവീന്ദ്രൻ ഒരുപക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ അതിർവരമ്പിൽ കൂടി നടത്തുന്ന ഒരാളാണ്. ഒരിക്കലും അതിൽ ഇൻവോൾവ് ചെയ്ത് അതാണ് എല്ലാം എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോയ ഒരാളല്ല ശ്രീ പി കെ രവീന്ദ്രൻ. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു വിഘാതമായതും എന്ന് തോന്നുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നത്
തീർച്ചയായും ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നത് ശ്രീ രവീന്ദ്രൻ എത്രയോ ഉയരങ്ങളിൽ എത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി തീരും എന്നായിരുന്നു. പക്ഷേ ആയാലും അഡ്വക്കേറ്റ് എന്ന നിലയിൽ രവീന്ദ്രൻ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത് തീർച്ചയായും നല്ലതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ജീവികൾക്ക് സഹായം ചെയ്യാൻ കഴിയുന്നു, അത് രാഷ്ട്രീയക്കാരനാകട്ടെ, അഭിഭാഷകനാകട്ടെ, മറ്റൊരു പ്രൊഫഷണലാകട്ടെ, എത്രത്തോളം മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് സഹായം ചെയ്യുവാനും അവരുടെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുവാനും എത്രത്തോളം കഴിയുന്നു എന്നുള്ളതായിരിക്കാം ഒരു മനുഷ്യന്റെ ജീവിതാന്ത്യത്തിൽ ഉണ്ടാകുന്ന വിജയത്തിന്റെ ഒരു അളവുകോൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പങ്കെടുക്കുന്നത് വളരെ സന്തോഷത്തോടാണ്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. കാരണം 2009 ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടിപ്പോയതിനു ശേഷം അന്നത്തെ ഒരു അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബാറിൽ വരുന്നത്. ആ അർത്ഥത്തിൽ ഇവിടുത്തെ നമ്മൾ വളരെയധികം ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന സീനിയർ അഭിഭാഷകരെയും പരിചയക്കാരെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ സീനിയറായ രവീന്ദ്രൻ സാർ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. പിന്നെ അജിത് സാർ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ അക്കാഡമിയിലെ എൻ്റെ ഡയറക്ടറായിരുന്നു അജിത് സാറ്. പിന്നെ ഹരിയാർ ചന്ദ്രൻ സാറിൻ്റെ മുമ്പിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സുമായിട്ടും എനിക്ക് വളരെയധികം അടുപ്പമുണ്ട്. ഈ വേദിയിൽ ഇരിക്കുന്ന അനീഷ് ഉൾപ്പെടെയുള്ള അഭിഭാഷകരോടൊപ്പമാണ് ഞാനിവിടെ പ്രാക്ടീസ് ആരംഭിച്ചത്. സോൽ വക്കീൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു സദസ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഈ കൊട്ടാരക്കര ബാറിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. എൻ്റെ താമസ സ്ഥലത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പുനലൂർ കോടതിയിലാണ് പ്രാക്ടീസിന് പോവേണ്ടത്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും രാധാകൃഷ്ണൻ സാറിനോടുള്ള ഒരു അടുപ്പം കൊണ്ടാണ് എനിക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരാൻ കഴിഞ്ഞത്. അത് ആക്ച്വലി എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്ക് ജുഡീഷ്യൽ സർവീസൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. എനിക്ക് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ ഒരു താല്പര്യം ഉണ്ടായത് എൻ്റെ സീനിയേഴ്സായ രാധാകൃഷ്ണൻ സാറിൻ്റെയും രവീന്ദ്രൻ സാറിൻ്റെയും പിന്നെ അവിടുത്തെ അഡ്വക്കേറ്റ് ക്ലർക്കായ സോമേണ്ണൻ്റെയും ഒരു ഉപദേശം കൊണ്ടാണ്. പിന്നെ എനിക്ക് കൊട്ടാരക്കര ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ന്യായാധിപരെയും പിന്നെ ലോ ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി ഓഫീസേഴ്സിനെയും പ്രമുഖരായ അഭിഭാഷകരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബാറാണ്. ശ്രീ പി ജി കുമാർ സാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി എന്നതിലുപരി ഒരു ന്യായാധിപൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഒരു ന്യായാധിപൻ എങ്ങനെ ജഡ്ജിമെൻറ്റ് എഴുതണം എന്ന് മാത്രമല്ല, എങ്ങനെ കോടതിയിലായാലും പുറത്തും പെരുമാറണം എന്ന് കൂടി പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥനാണ്. അദ്ദേഹം പ്രസംഗിച്ച ഈ വേദിയിൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി പറയുന്നു. എനിക്കതിൽ ഒരക്ഷരവും മാറ്റിവെക്കാനോ കുറയ്ക്കാനോ ഉള്ള ധൈര്യമില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും നമ്മുടെ അഭിഭാഷകർ, ന്യായാധിപന്മാർ, പുതുതായി കടന്നു വരുന്ന അഭിഭാഷകരും അക്ഷരപതി പാലിക്കേണ്ടതാണ്. നമ്മുടെ നീതിന്യായ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതാണ്. ഈ ഒരു ആശംസ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ 6 വർഷമായി, ഏതാണ്ട് 5.5 വർഷത്തിന് പുറത്തായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഒരു ന്യായാധിപനാണ്. കഴിഞ്ഞ 5ഓളം ബാർ അസോസിയേഷൻ ഭാരവാഹികളുമായി വളരെ അടുത്ത ഇടപെടലിൽ പോയ ഒരാളാണ്. ഒരുപക്ഷെ വ്യക്തിപരമായ അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ഞാൻ അവരോട് തോളോട് ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. കഴിഞ്ഞ 1 വർഷമായി അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ശ്രീ പി കെ രവീന്ദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജൂനിയർ ന്യായാധിപനായിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു. അന്ന് മുതലുള്ള വ്യക്തിബന്ധം ഞാൻ കാത്തു സൂക്ഷിച്ചു. ഈ സമ്മേളനം ഒരു പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം തൊട്ട് ഇതേ ഫുൾ ഫ്ലഡ്ജിൽ നടത്തിയിരുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്കൊക്കെ നമ്മുടെ കോഡ് സെൻ്റർ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയായാലും ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഈ ഓരോ സമ്മേളനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. വരുന്ന ബാർ അസോസിയേഷനായാലും ഒക്കെ തന്നെ നമ്മുടെ കോഡ് സെൻ്ററിൻ്റെ പുരോഗതിക്ക് വേണ്ടി സജീവമായ ഇടപെടലുകൾ ഉണ്ടാവണം. അത് നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള എല്ലാ പുരോഗതികളും നമ്മുടെ കോഡ് സെൻ്ററിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായാലും
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടായിരിക്കുന്ന നമുക്ക് തന്നിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവസരങ്ങളും ബാർ അസോസിയേഷൻ്റെ സക്രിയമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. അത് തുടർന്നുള്ള ഭരണസമിതി സജീവമായി ഇടപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള ചില പരിമിതികളും പരാതികളും പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമം കൂടിയാവണം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ എല്ലാ ചുമതലകളും ഒരുമിച്ച് നിർവഹിക്കുന്ന ഒരു പ്രസിഡന്റ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പി കെ രവീന്ദ്രൻ സാർ, അദ്ദേഹത്തിൻ്റെ ഉത്സാഹമായിട്ടുള്ള പ്രവർത്തനം ഈ അസോസിയേഷൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം പങ്കുവച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ യോഗത്തിന് പ്രിയപ്പെട്ട പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ സാറിനെ യോഗത്തിന് പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു.